Bugatti Divo, Ferrari 458, Ford Bronco, Lincoln Navigator, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങളെയാണ് കാർ ഹണ്ടിൻ്റെ സീസൺ 1-ൽ നമ്മൾ പരിചയപ്പെട്ടത്. ശരിക്കും കാർ ഹണ്ട് സീസൺ 1 വളരെ സക്സസ് ആയിട്ട് അവസാനിക്കുകയും നമ്മളതിൻ്റെ തുടർച്ച ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അത്തരത്തിൽ മറ്റൊരു സീസണിലാണ് ഇപ്പം നമ്മളുള്ളത്, കാർ ഹണ്ട് സീസൺ 2. കാർ ഹണ്ട് സീസൺ 2 ഇപ്പോൾ നമ്മളുള്ളത് തായ്ലാൻഡിലാണ്. എൻ്റെ കൂടെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള 2 വ്ളോഗേഴ്സ് കൂടിയുണ്ട്. വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ശരിക്കും ഇവർ തമ്മിലുള്ള റിലേഷൻ ആരംഭിച്ചത് തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ്. അത്രയും പരിചയമുള്ള 2 ആൾക്കാർ. ഒന്ന് നമ്മുടെ വൺ ആൻഡ് ഓൺലി ഫിറോസ്ക. രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. വെൽക്കം ടു അഗൈൻ അവർ ചാനൽ. അതുപോലെ തന്നെ രതീഷ് ചേട്ടൻ, രതീഷ് മേനോൻ, മലയാളികളെ സുപരിചിതമായിട്ടുള്ള ടെക് ഗുരു. അങ്ങനെ ഞങ്ങൾ 3 ആളുകൾ ചേർന്നിട്ടാണ് ഇപ്രാവശ്യം തായ്ലാൻഡിലേക്ക് പോകുന്നത്. ഫിറോസ്ഖാന്റെ വാഹന വിശേഷങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രതീഷ് ചേട്ടൻ ഉപയോഗിക്കുന്നത് എക്കോ സ്പോർട്ടാണ്. എന്ത് വാഹനമാണെങ്കിലും പവർ കൂടിയ വണ്ടിക്ക് പവർ പവർ കുറഞ്ഞ വണ്ടിക്ക് പവർ. അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ തായ്ലാൻഡിലെ വണ്ടികൾക്ക് പവർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ യാത്രയിൽ തായ്ലാൻഡ് ശരിക്കും കുറേ ഒരു ഏഷ്യൻ ടച്ചുള്ള രാജ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ കുറേ നമുക്ക് ഇവിടെ കണ്ടു വരും. മൊത്തം ടാക്സി ആക്കി ഇരിക്കാം. അതെ അതെ, നമ്മളിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലാട്ടോ. ആക്ച്വലി തായ്ലാൻഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, അവിടെയാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വാഹന വിശേഷങ്ങൾ, ഇവിടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കാർ ഹണ്ട് സീസൺ 1-ന് ഒരു സ്പോൺസർ ഉണ്ടായിരുന്ന പോലെ തന്നെ സീസൺ 2-നും ഒരു സ്പോൺസർ ഉണ്ട്. കാർ ഹണ്ട് സീസൺ 2 സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന പുത്തനത്താണി ബേസ് ചെയ്തുകൊണ്ട് പ്രീമിയം ഓൺഡ് കാർ ഡീലർഷിപ്പാണ് എന്ന് പറയാം. അതായത് നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രീമിയം കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ, നല്ല വാഹനങ്ങൾ ബഡ്ജറ്റീവായിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഷോപ്പ് ഇപ്പം നിലവിൽ പുത്തനത്താണിയിലാണ്. ഭാവിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജോങ്ക നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫ്ലൈവീൽസിൽ നിന്നാണ് നമ്മൾ ചെയ്തത്. സ്പോർട്സ് വാഹനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഹയാസ് പോലെയുള്ള വാൻ കൾച്ചറുകൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ലക്ഷറി കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് ബന്ധപ്പെടാം. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ബഡ്ജറ്റ് കാറുകളും അവൈലബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു SUV പോലെ ഒരു ചെറിയ ബഡ്ജറ്റ് കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഫ്ലൈവീൽസ് ഇന്ത്യനെ ബന്ധപ്പെടാം. കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ, അതുപോലെ അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെയും ഇവിടെ ലഭ്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനും ഫ്ലൈവീൽസ് ഇന്ത്യയിൽ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അവരാണ് നമ്മുടെ കാർ ഹണ്ട് സീസൺ 2 തായ്ലാൻഡിൻ്റെ പ്രധാന സ്പോൺസർ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തായ്ലാൻഡിൽ നമ്മൾ കാണുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വാഹനങ്ങളെക്കുറിച്ച്, തായ്ലാൻഡിൻ്റെ വാഹന സംസ്കാരങ്ങൾ, ഇവിടുത്തെ ഡ്രൈവ് എങ്ങനെയാണ്, നല്ല സംസ്കാരമാണോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളാണ്. തായ്ലാൻഡ് വന്നാൽ ടുക്ടുക്കിൽ കയറാതിരിക്കരുത് അല്ലേ? ടുക്ടുക്ക് അത് വൻ സംഭവം, അതെന്തായാലും കാണണം. നിങ്ങൾ അവൻ്റെ ചാനലിൽ വരും. തായ്ലാൻഡിൻ്റെ ജനകീയ വാഹനമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കാർ ഹണ്ടിൻ്റെ സീസൺ 2-ലേക്ക്, അതായത് ഫ്ലൈവീൽസ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ട് സീസൺ 2-ലേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദി, നമസ്കാരം.